ഹായ് വെൽക്കം എവരിവൺ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ഇൻകം ടാക്സിൻ്റെ മെയ് 26 ഓൺവേർഡ്സ് ഉള്ള അമെൻമെൻറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എങ്ങനെ ഈ വീഡിയോ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അതുപോലെ തന്നെ ഒരു PDF നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ PDF പണ്ട് എന്തായിരുന്നു പ്രൊവിഷൻ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെഡിങ്ങിൽ കവർ ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ പ്രൊവിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, റെഡിങ്ങിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ വന്ന അമെൻമെൻറ്റ്സ് നമ്മൾ ഏതിൽ കവർ ചെയ്തിട്ടുണ്ട്, ഗ്രീൻ ഫോണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തിനാണ് പഴയ പ്രൊവിഷനോട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കുള്ള ഡൗട്ടാണ്, ടാക്സ് എന്ത് ചെയ്തു, കഴിഞ്ഞ അറ്റംപ്റ്റ് ഫെയിലായി, മീൻസ് ടാക്സ് അല്ല, നിങ്ങൾ എന്ത് ചെയ്തു, ഇൻ്റർ കഴിഞ്ഞ അറ്റംപ്റ്റ് ഫെയിലായി, ഇനി പുതിയ മെയ് അറ്റംപ്റ്റിലോട്ട് പുതിയ ക്ലാസ് പർച്ചേസ് ചെയ്യണോ, ബുക്ക് വാങ്ങണോ, പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. ആക്ച്വലി ബുക്കോ ക്ലാസ്സോ വാങ്ങാനുള്ള അത്ര മേജർ അമെൻമെൻറ്റ്സ് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഒക്കെ മൈന്യൂട്ട് അമെൻമെൻറ്റ്സ് ആണ്, പക്ഷേ അത് പലയിടത്തും ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ മുന്നേ പഠിച്ച് ഗ്രിപ്പുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ അമെൻമെൻറ്റ് വീഡിയോ കണ്ടാൽ മതി, ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതല്ലാതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയ ബുക്കോ ക്ലാസ്സിൻ്റെയോ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ എന്ത് വാങ്ങണം, ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങണം. ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഴയ ക്വസ്റ്റ്യൻ ബാങ്കായിട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയറിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. സോ അത് എന്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്, കുറേ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ബെറ്റർ ഗോ വിത്ത് ന്യൂ ക്വസ്റ്റ്യൻ ബാങ്ക്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ PDF ഞാൻ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ. പിന്നെ അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേജർ അമെൻമെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ മേജർ അമെൻമെൻറ്റ്സ് ഒരു ചാപ്റ്ററിൽ വന്നിട്ടുണ്ട്. ആർക്ക്, TDS എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നല്ലോണം അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ട്. കാരണം ഫിഗറിലും റേറ്റിലും പെർസെൻറ്റേജിലും കോൺസെപ്ച്വലി വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഫിഗറിലും റേറ്റിലും പെർസെൻറ്റേജിലൊക്കെ ഉണ്ട് വന്നിട്ടുള്ളത്, കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു സെക്ഷൻ ആഡ് ആയിട്ടുണ്ട്, 3 സെക്ഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ അത് എന്ത് ചെയ്യുന്നില്ല, ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല, കാരണം അത് ലെങ്ത്ത് കൂടും. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ എന്ത് ചെയ്യാം. അത് ജസ്റ്റ് ഒരു അമെൻമെൻറ്റ് വീഡിയോ അല്ല, ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അമെൻമെൻറ്റ്സും കവർ ചെയ്യാൻ പറ്റും. അതിൻ്റെ PDF നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഇതിന് ശേഷം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമുള്ളൂ, ഈ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്ന അമെൻമെൻറ്റ് വീഡിയോയും എന്ത് ചെയ്യുക, അതിൻ്റെ PDFും ദെൻ TDSൻ്റെ വീഡിയോയും TDSൻ്റെ അമെൻമെൻറ്റ് PDFിൻ്റെ ആവശ്യമുള്ളൂ. സോ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നേ പഠിച്ച് ഗ്രിപ്പുള്ള ആൾക്കാരാണോ എന്ത് ചെയ്യാൻ പറ്റും, മെയ് 26 നിങ്ങൾക്ക് കൂളായിട്ട് പോയി എഴുതാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ പറയുന്നത്, ഞാൻ എടുക്കുന്ന ക്ലാസ് എങ്ങനെയായിരിക്കും അമെൻമെൻറ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നേ ഇൻകം ടാക്സ് ഒക്കെ ഗ്രിപ്പ് ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പോൾ പറയുന്ന അമെൻമെൻറ്റ്സ് ക്ലിയർ ആവുള്ളൂ. കാരണം ആ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ രീതിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാനാണ്, തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇനി ബേസോട്ട് പറയേണ്ട ആവശ്യമില്ല. കാരണം ചില മൈന്യൂട്ട് സ്ഥലങ്ങൾക്കാണ് എന്ത് വന്നിട്ടുള്ളത്, മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ സെക്ഷനും ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ടാവും, ദെൻ എന്താണോ മാറ്റം എന്ന് എന്തുണ്ടാവും, നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗ്രീൻ ഫോണ്ട് യൂസ് ചെയ്തിട്ടുള്ള എന്താണ് അമെൻമെൻറ്റ് വന്നത്, അതിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഗ്രീൻ ഫോണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. റെഡ് ഫോണ്ട് യൂസ് ചെയ്തിട്ടുള്ള റെഡ് ഫോണ്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്താണോ ഏളിയർ പ്രൊവിഷൻ, എന്തായിരുന്നു ഏളിയർ ആയിട്ടുണ്ടായിരുന്ന പ്രൊവിഷൻ, അതിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അമെൻമെൻറ്റിലോട്ട് അടക്കാം. നമുക്ക് ഫസ്റ്റ് വന്ന അമെൻമെൻറ്റ് നമ്പർ 1, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമ്മളെ ഫിനാൻസ് ആക്ട് പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയറിൽ വന്ന മാറ്റം. ഓക്കെ, കഴിഞ്ഞ തവണ നമ്മൾ ഏതായിരുന്നു എക്സാം, എക്സാം Jan 26 ആയിരുന്നു. Jan 26 നമുക്ക് അപ്ലിക്കബിൾ ആയിരുന്നത് ഫിനാൻസ് ആക്ട് 24. ഓക്കെ, ഫിനാൻസ് ആക്ട് 24 ആയിരുന്നു. ഇപ്പം അത് മാറി ഏതായിട്ടുണ്ട്, ഫിനാൻസ് ആക്ട് 25 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അപ്ലിക്കബിൾ ആവുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഫെബ്രുവരി 2025 നമ്മൾ ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ ഒരു ഫിനാൻസ് ആക്ട് ഇറക്കിയിട്ടുണ്ട്. അത് നമുക്ക് അപ്ലിക്കബിൾ അല്ല. അത് എപ്പോഴും അപ്ലിക്കബിൾ ആവുള്ളൂ, അതിനി മെയ് 27 അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതാണ്, ഫിനാൻസ് ആക്ട് 25 ആണ്. പണ്ട് 24 ആയിരുന്നു നമ്മൾ പഠിച്ചത്, ഇനിയിപ്പോൾ ഏത് പഠിക്കണം, ഫിനാൻസ് ആക്ട് 25 പഠിക്കണം. അതിലാണ് എന്ത് വരുന്നത്, സ്ലാബ് റേറ്റും അങ്ങനത്തെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലാണ് വരാറ്, ഈ ഫിനാൻസ് ആക്ടിലാണ് വരാറ്. ഓക്കെ അല്ലേ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ അസസ്മെൻറ്റ് ഇയറും. അത് കഴിഞ്ഞ തവണ 24-25 ആയിരുന്നു. ഓക്കെ, സോ അത് മാറി ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 25-26 ആയിട്ടുണ്ട്. അതുപോലെ അസസ്മെൻറ്റ് ഇയർ പണ്ട് 25-26 ആയിരുന്നു, അതെന്തായിട്ടുണ്ട്, 26-27 ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിക്കേണ്ടത്, നമ്മൾ പ്രീവിയസ് ഇയർ എത്രയാണ്, നമ്മൾ പ്രീവിയസ് ഇയർ ഏതാണ്, 25-26ഉം നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്താണ്, 26-27 ആണ്. ഓക്കെ അല്ലേ. ഇനി ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ എക്സാം എഴുതിയിരുന്നത് എപ്പോഴായിരുന്നു, കഴിഞ്ഞ തവണ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത് ഏത് മാസമായിരുന്നു, Jan 26 അല്ലേ. സോ നമ്മൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു, Jan 26 ഏത് അസസ്മെൻറ്റ് ഇയറിലാണ് നിൽക്കുന്നത്, 25-26. ഓക്കെ അല്ലേ. അസസ്മെൻറ്റ് ഇയർ ഏതായിരുന്നു, 25-26. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ഏതാണ്, 24-25. ഓക്കെ അല്ലേ. സോ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ എക്സാം വരെ നമ്മൾ പ്രീവിയസ് ഇയർ അത് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ അല്ലേ. ഇതിനിപ്പോൾ ഇല്ല, നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത് എന്താണ്, മെയ് 26 മെയ് 26 അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് അസസ്മെൻറ്റ് ഇയറിലാണ് മെയ് 26 നിൽക്കുന്നത്, ഏത് അസസ്മെൻറ്റ് ഇയറിലാണ് നിൽക്കുന്നത്, 26-27. ഓക്കെ അല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അസസ്മെൻറ്റ് ഇയർ ഇപ്പോൾ അപ്ലിക്കബിൾ ആവുന്നത്, 26-27 അപ്ലിക്കബിൾ ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അസസ്മെൻറ്റ് ഇയറിൻ്റെ പ്രീവിയസ് ഇയർ ഏതാണ്, 25-26. ഇപ്പോൾ ലോജിക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
May 26 എക്സാം എഴുതുമ്പോൾ പുതിയ അസസ്മെൻറ്റ് ഇയർ പ്രീവിയസ് ഇയർ മാറുന്നത് എന്നുള്ളത് ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് അമെൻമെൻറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് അമെൻമെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ സ്ലാബ് റേറ്റ് നമുക്ക് ഡീഫോൾട്ടിലും ഉണ്ടായിരുന്നു, ഷിഫ്റ്റ് ഔട്ടിലും ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഷിഫ്റ്റ് ഔട്ടിൽ ഒരു മാറ്റം വന്നിട്ടില്ല. നമ്മളെ പണ്ടത്തെ എന്താണോ സ്ലാബ് റേറ്റ് അതിപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും ആക്ച്വലി ഒന്നും തൊടുന്നില്ല. എപ്പോഴും മാറ്റങ്ങൾ എന്തിമേലാണ് വരുന്നത്? ഡീഫോൾട്ടിനാണ് വരുന്നത്. ഓക്കെ അല്ലേ? സോ ഡീഫോൾട്ടിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമുക്ക് 3 lakh വരെ എന്നിലും 3 lakh to 7 lakh വരെ 5% അങ്ങനെ പഠിക്കാത്ര സുഖമില്ലാത്തൊരു സ്ലാബ് റേറ്റ് ആയിരുന്നു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ആ സ്ലാബ് റേറ്റ്. അത് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള 25-26 പ്രീവിയസ് ഇയറിൽ വരുന്ന സ്ലാബ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 4 lakh വരെ 0. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് 4 lakh to 8 lakh 5%. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 lakh വെച്ച് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ആയി വരികയാണ്. ഫസ്റ്റ് 4 lakh ഇല്ല, പിന്നത്തെ 4 lakh 5%, പിന്നത്തെ 4 lakh 10%. ആ രീതിക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പുതിയ സ്ലാബ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തം 4 lakh വന്ന് മാക്സിമം ഏത് വരെ വരും? 24 lakh വരെ വരും. അപ്പുറത്ത് എത്ര വരും? 5%, 10%, 15% വരെ വന്നിട്ട് എത്ര വരെ വരും? 30% വരെ വരും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് എന്തുണ്ടായിരുന്നില്ല? 25% എന്നിട്ടൊരു സ്ലാബ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ട്? അതും വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. 4 lakh to 8 lakh വരെ 5%, 8 lakh to 12 lakh വരെ 10%, 12 lakh to 60 lakh 15%, 60 to 20 lakh 20%, 20 to 24 lakh 25%. ഓക്കെ അല്ലേ? നമുക്കതൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ 4 lakh 0, നെക്സ്റ്റ് 4 lakhന് 5% എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര അടക്കേണ്ടി വരും? എത്ര അടക്കേണ്ടി വരും? 20,000. അപ്പോൾ നെക്സ്റ്റ് 4 lakhന് എത്ര വരും? 4 lakhൻ്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000. നെക്സ്റ്റ് 4 lakhൻ്റെ 50% എന്ന് പറഞ്ഞാൽ എത്ര? 60,000. നെക്സ്റ്റ് 4 lakhൻ്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80,000. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് 4 lakhൻ്റെ 25,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 lakh. ഇതെന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്ത്? ഇൻ കേസ് നമ്മളെ ടോട്ടൽ ഇൻകം 25 lakh ആണെങ്കിൽ 24 lakh വരെ എത്ര വരിക? 20,000, 40,000, 60,000, 80,000, 1 lakh വന്നു കഴിഞ്ഞാൽ ടോട്ടൽ എന്തായി? 3 lakh ആയി. ഓക്കെ അല്ലേ? അപ്പോൾ എൻ്റെ ടോട്ടൽ ഇൻകം എത്രയാണ്? 25 lakh ആണെങ്കിൽ 24 lakh വരെ ഞാൻ എത്ര അടക്കണം? 3 lakh അടക്കണം. ബാക്കി 1 lakhന് ഞാൻ എത്ര അടക്കാം? 1 lakhൻ്റെ 30% എത്ര? 30,000. ഓക്കെ അല്ലേ? അപ്പോൾ ടോട്ടൽ എത്രയാണ് ടാക്സ് അടക്കേണ്ടി വരിക? 3 lakh, 3.3 lakh. ഇനി നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളെ സ്ലാബ് റേറ്റിൽ മാറ്റം വന്നത്. അപ്പോൾ ഈ സ്ലാബ് റേറ്റിൻ്റെ ബേസിസിലാണ് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അറിയില്ലേ? പണ്ട് 7 lakh വരെ നമുക്ക് എത്ര ടാക്സ് അടക്കേണ്ടി വന്നിരുന്നത്? 25,000 ആണ്. അതായിരുന്നു റിബേറ്റ് ഉണ്ടായിരുന്നത്. ഇത് മാറി, ഇപ്പം അതില്ല. 7 lakh മാറി. ഇപ്പം എന്താക്കിയിട്ടുണ്ട്? നമുക്കൊന്നുകൂടി ബെനിഫിഷ്യൽ ആയ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? റിബേറ്റ് വന്നിട്ടുണ്ട്. 12 lakh വരെ, 12 lakho 12 lakhന് താഴെയാണ് എൻ്റെ ടോട്ടൽ എങ്കിൽ എനിക്ക് മാക്സിമം എത്ര കിട്ടും? എത്രയാണോ ടാക്സ് ഓർ 60,000 വിച്ച് എവർ ഈസ് ലോവർ എനിക്ക് എന്ത് കിട്ടും? റിബേറ്റ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ടാക്സ് അടക്കേണ്ടി വരുമോ? ഇല്ല, നോ ടാക്സ് ലാബിലിറ്റി. അപ്പോൾ മാക്സിമം എൻ്റെ ടോട്ടൽ ഇൻകം 12 ലക്ഷമാണ്. ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. 60,000 ആയിരിക്കും ശരിക്കും ടാക്സ് വരിക. അതെനിക്ക് എന്ത് കിട്ടും? റിബേറ്റ് കിട്ടും. പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? അത് ക്ലിയർ അല്ലേ? ഇനി പണ്ട് നമുക്ക് എന്തുണ്ടായിരുന്നു? ഒരു മാർജിനൽ റിബേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. മാർജിനൽ റിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടോട്ടൽ ഇൻകം 12 ലക്ഷം ആണെങ്കിൽ ഞാൻ എത്ര ടാക്സ് അടക്കേണ്ടി വരിക? എൻ്റെ ടോട്ടൽ ഇൻകം 12 ലക്ഷം. അപ്പോൾ ഞാൻ എത്ര ടാക്സ് അടക്കേണ്ടി വരിക? 60,000 രൂപയാണ് വരിക. സ്ലാബ് റേറ്റ് വെച്ച് നോക്കി എത്ര വരും? 60,000 രൂപ വരും. പക്ഷേ എനിക്ക് എന്ത് കിട്ടും? റിബേറ്റ് 60,000 കിട്ടും. പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരില്ല? ടാക്സ് അടക്കേണ്ടി വരില്ല. ഓക്കെ അല്ലേ? ഇനി ഇൻ കേസ് എനിക്ക് എന്തുണ്ട്? എൻ്റെ ടോട്ടൽ ഇൻകം എത്രയാണ്? 12 ലക്ഷത്തി എത്ര രൂപ? 10,000 രൂപയാണെന്ന് വിചാരിക്കുക. എത്ര? 12 ലക്ഷത്തി 10,000 രൂപയാണെന്ന് വിചാരിക്കുക. എനിക്ക് റിബേറ്റ് കിട്ടുമോ? ഇല്ല. 12 ലക്ഷം എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? റിബേറ്റ് ഇല്ല. അപ്പോൾ ഞാൻ എത്ര ടാക്സ് അടക്കേണ്ടി വരും? ഫസ്റ്റത്തെ 12 ലക്ഷം വരെ ഞാൻ എത്ര അടക്കണം? 60,000. ജസ്റ്റ് ആ സ്ലാബ് എടുത്ത് നോക്കിയാൽ മതി. എത്ര വരും? 12 ലക്ഷത്തിന് എത്ര വരും? 60,000 വരും. പിന്നത്തെ 10,000 രൂപക്ക് എത്ര അടക്കേണ്ടി വരും? 1,500. 15% ആണ് നെക്സ്റ്റ് സ്ലാബ് വരുന്നത്. സ്ലാബ് പുതിയതാണോ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര വരും? 61,500 ആണ് എന്ത് വരിക? ടാക്സ് വരിക. ഓക്കെ അല്ലേ? ടാക്സ് എത്ര വരിക? 61,500. ഇതിൻ്റെ കൂടെ എന്തുകൂടി ആഡ് ചെയ്യണം? 4% സെസ്സും കൂടി ആഡ് ചെയ്യണം. ഞാനത് ആഡ് ചെയ്തിട്ട് ഫിഗർ വേറെ മാറ്റുന്നില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ടാക്സ് എത്ര വരും? 61,500 വരുന്ന വെക്കാം. ഓക്കെ അല്ലേ? 12 ലക്ഷമാണ് ഞാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു 10,000 ഇൻക്രീസ് വന്നു. ഞാൻ എത്ര അടക്കേണ്ടി വന്നു? 61,500 ടാക്സ് അടക്കേണ്ടി വന്നു. അത് ലോജിക്കലി കറക്റ്റ് ആണോ? അത് ഫെയർ ആണോ? എനിക്ക് എൻ്റെ ഫ്രണ്ടിന് എന്തുണ്ട്? 12 ലക്ഷം ഉള്ളൂ. ഓനൊരു ടാക്സ് അടക്കുന്നില്ല. എനിക്കെന്ത്? 12 ലക്ഷത്തി ഒരു 10,000 രൂപ കൂടിയപ്പോൾ എന്ത് ചെയ്തു?
ഞാൻ 61,500 ടാക്സ് അടക്കേണ്ടി വരികയാണ്. അത് ഫെയർ അല്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി വന്നൊരു സ്കീമാണെന്ത്, മാർജിനൽ റിബേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. നമുക്ക് ഓൾറെഡി മാർജിനൽ റിലീഫ് പഠിക്കാനല്ലേ, ആ സെയിം കോൺസെപ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിനൊരു ഫോർമുല ഉണ്ട്, പക്ഷേ ഞാൻ ലോജിക്ക് പറഞ്ഞുതരാം. എൻ്റെ ഇൻകം എത്ര കൂടിയത് 12 ലക്ഷമാണ്, ഞാൻ ടാക്സ് അടക്കണ്ടല്ലോ. എനിക്ക് എത്ര വന്നു 12,10,000. ഇൻകം എത്ര വന്നിട്ടുള്ള അഡീഷണലി 10,000 ആണ്. എൻ്റെ എന്ത് വന്നിട്ടുള്ള അഡീഷണൽ ഇൻകം വന്നിട്ടുള്ള 10,000 ആണ്. ഞാൻ അതിന് എത്ര ടാക്സ് അടക്കേണ്ടി വന്നു, 61,500 ടാക്സ് അടക്കേണ്ടി വന്നു. അപ്പോൾ ഒരു പറഞ്ഞു നിങ്ങൾ മാക്സിമം എന്ത് ചെയ്ത് 10,000 ഇൻകം കൂടിയിട്ടുള്ളൂ, അപ്പോൾ 10,000 ടാക്സ് അടച്ചാൽ മതി. അതാണ് ലോജിക്ക്. ഓക്കെ, 10,000 ഇൻകം കൂടിയിട്ടുള്ളൂ, അപ്പോൾ 61,500 അടക്കണം. നിങ്ങൾ എത്ര അടച്ചാൽ മതി, 10,000 അടച്ചാൽ മതി. പ്ലസ് എന്തും കൂടിയും 4% സെസ്സും കൂടി ആഡ് ചെയ്തിട്ട് ടാക്സ് അടക്കാം. ഓക്കെ അല്ലേ? സോ ഇതാണ് ലോജിക്ക്. പക്ഷേ അതിന് നമ്മൾ എങ്ങനെ എന്ത് ചെയ്യണം, കമ്പ്യൂട്ട് ചെയ്യണം. കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ടോട്ടലിംഗ് എത്രയാണ്, 12,10,000. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകം മൈനസ് 12 ലക്ഷം എത്രയാണ്, 10,000. ഓക്കെ അല്ലേ? ഇനി ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം 12,10,000 ടാക്സ് എത്ര അടക്കേണ്ടി വരുന്നത്, 61,500. നമ്മൾ ഓൾറെഡി അവിടെ കാൽക്കുലേറ്റ് ചെയ്തു, 61,500. ഓക്കെ അല്ലേ? ഇപ്പോൾ ബി എന്താണ് ഗ്രേറ്റർ ദാൻ എ അല്ലേ, 61,500 അല്ല കൂടുതൽ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് റിബേറ്റ് എത്ര കിട്ടും, ബി മൈനസ് എ. അപ്പോൾ 61,500 മൈനസ് 10,000 റിബേറ്റ് എത്രയാണ്, 51,500 ആണ് റിബേറ്റ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നോക്കി കഴിഞ്ഞാൽ ഞാൻ ടാക്സ് എത്ര അടക്കണം, 61,500 അടക്കണം. 61,500 അടക്കണ്ടേ, എനിക്ക് എന്ത് കിട്ടും റിബേറ്റ് കിട്ടും. എത്ര, 51,500 അല്ലേ, 51,500 അല്ലേ, 51,500. ഓക്കെ, അപ്പോൾ എനിക്ക് എത്ര വരുന്നത്, അതിൽ നിന്ന് റിബേറ്റ് കുറച്ച് എത്ര വന്നു 10,000. എത്ര വന്നു 10,000. ഓക്കെ അല്ലേ? 10,000 പ്ലസ് എന്ത് ചെയ്യുക, 4% സെസ്സും കൂടി അടിക്കുക. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെപ്പ് വൈസ് എങ്ങനെ ചെയ്യുക, ഈ രീതിക്കാണ് ചെയ്യുക. പക്ഷേ ലോജിക്ക് എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. എന്തോ ടാക്സിൻ്റെ ആ ലോജിക്ക് എന്ത് ചെയ്യുക, നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യും, ഓർമ്മ കിട്ടും. അപ്പോൾ ഇതും കണക്റ്റായി നമ്മൾ മാർജിനൽ റിലീഫിലും ഈ സെയിം കോൺസെപ്റ്റാണ് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. എവിടെ, സർചാർജിൽ പഠിക്കാണ്ട് നമുക്ക് മാർജിനൽ റിലീഫ്, അവിടെ ഈ സെയിം കോൺസെപ്റ്റാണ്. ഓക്കെ അല്ലേ? ഇനി വേറൊരു ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് റിബേറ്റ് 112A അവൈലബിൾ ആയിരുന്നില്ല. ഇതെല്ലാം ഏത് കേസിലാണ് പറയുന്നത്, ഡീഫോൾട്ടാണ്. ഷിഫ്റ്റ് ഔട്ടിൽ ഒരു മാറ്റം വന്നിട്ടില്ല. ഇതെല്ലാം പറയുന്ന ഇതിലാണ് ഡീഫോൾട്ടിൽ. പണ്ട് 112A ആണ്. 112A എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ റേറ്റ് ഇൻകം. അതിന് എനിക്ക് എന്ത് കിട്ടില്ല, 112A എന്ത് ചെയ്യുന്ന STT പേ ചെയ്ത ലോങ് ടേം അസറ്റ്. അതിന് ഏതിലാണ് നമ്മൾ ടാക്സ് അടിച്ചിരുന്നത്, 112A. അതിനെന്ത് കിട്ടൂല, റിബേറ്റ് കിട്ടൂല. പക്ഷേ ബാക്കി എല്ലാ സ്പെഷ്യൽ റേറ്റ് ഇൻകത്തിന് നമുക്ക് എന്ത് കിട്ടുമായിരുന്നു, റിബേറ്റ് കിട്ടുമായിരുന്നു. 112, പിന്നെ ഏതാണ് 11A, അതിനൊക്കെ എന്ത് കിട്ടുമായിരുന്നു, റിബേറ്റ് കിട്ടുമായിരുന്നു. ഓക്കെ അല്ലേ? അത് പണ്ട്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു സ്പെഷ്യൽ റേറ്റ് ഇൻകത്തിനും നോട്ട് അവൈലബിൾ ഫോർ ഓൾ സ്പെഷ്യൽ റേറ്റ് ഇൻകം. ഒരു സ്പെഷ്യൽ റേറ്റ് ഇൻകത്തിന് എന്ത് കിട്ടില്ല, റിബേറ്റ് കിട്ടില്ല. കാരണം റിബേറ്റ് ഇപ്പോൾ 12 ലക്ഷം വരെ എന്ത് ചെയ്തിട്ടുണ്ട്, 12 ലക്ഷം വരെയാണ് ടോട്ടൽ ഇൻകെങ്കിൽ എന്ത് ചെയ്യുക, ടാക്സ് ഇറക്കണം. അത്രയും ബെനിഫിഷ്യലായി തന്നില്ലേ. അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ റേറ്റ് ഇൻകത്തിന് എന്ത് കിട്ടില്ല, അതും എന്ത് ചെയ്യണ്ട, റിബേറ്റ് അപ്ലൈ ചെയ്യേണ്ട. അപ്പോൾ ഒരു സ്പെഷ്യൽ റേറ്റ് ഇൻകത്തിന് ഇപ്പോൾ എന്ത് കിട്ടുന്നില്ല, റിബേറ്റ് കിട്ടുന്നില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കാം. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ഈ 12 ലക്ഷം കാൽക്കുലേറ്റ് ചെയ്യില്ലേ, ആ 12 ലക്ഷം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, ഈ സ്പെഷ്യൽ റേറ്റ് ഇൻകം ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, 12 ലക്ഷം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്പെഷ്യൽ റേറ്റ് ഇൻകം ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ നമ്മൾ ടാക്സിൻ്റെ പുറത്ത് നമുക്ക് റിബേറ്റ് കാണുമ്പോൾ എന്ത് കിട്ടൂല, ഈ സ്പെഷ്യൽ റേറ്റ് ഇൻകത്തിൻ്റെ പുറത്ത് നമുക്ക് എന്ത് കിട്ടൂല, റിബേറ്റ് കിട്ടൂല. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, റിബേറ്റ് നമ്മൾ ഇതുവരെ പഠിച്ചത് എവിടെയാണ് ഡീഫോൾട്ട് ആണെങ്കിലാണ്. അതുപോലെ ഷിഫ്റ്റ് ഔട്ടോ അല്ലെങ്കിൽ ഓപ്ഷണൽ അല്ലെങ്കിൽ റെഗുലർ ടാക്സ് റെജീം ആണെങ്കിൽ അവിടെ പണ്ടത്തെ റിബേറ്റ് എത്രയായിരുന്നു, 5 lakh. അതിനെന്തില്ല, ഒരു മാറ്റവും ഇല്ല. 5 lakh വരെയാണ് എൻ്റെ ടോട്ടൽ ഇൻകമെങ്കിൽ എത്ര കിട്ടും, 12,500 വരെ റിബേറ്റ് കിട്ടും. അതിലൊരു മാറ്റവും ഇല്ല. ഓക്കെ അല്ലേ? 5 lakh ക്രോസ് ചെയ്താൽ പിന്നെ റിബേറ്റ് ഇല്ല. ഓക്കെ, അവിടെ എന്തില്ല, ഈ മാർജിനൽ റിബേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല. ഒരു അഡീഷണൽ ഇൻകം അടക്കേണ്ടി വരും, നിങ്ങൾ അടക്കുക, കുഴപ്പമില്ല, അത് നിങ്ങൾ സഹിക്കുക. അതാ ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല, അവിടെ മാർജിനൽ റിബേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റും ഇല്ല. ഇനി ജസ്റ്റ് ഒരു സമ്മറി ടാബിളാണ്. ഓക്കെ അല്ലേ? സമ്മറി ടാബിൾ പറയുന്നത് 112A ആണോ, നോർമൽ ടാക്സ് റെജീമിനും കിട്ടൂല, മീൻസ് ഷിഫ്റ്റ് ഔട്ടിനും കിട്ടൂല, ഡീഫോൾട്ടിനും കിട്ടൂല, രണ്ടിനും നോ ആണ്. ഓക്കെ അല്ലേ? ഇനി അതർ ദാൻ 112A അല്ലാത്ത ബാക്കിയുള്ള സ്പെഷ്യൽ റേറ്റിംഗ് ഉണ്ടാവില്ല. ഏതൊക്കെ, 112, 11A. സോ അതിന് കിട്ടില്ല എന്ന് വന്നതാണ് പുതിയ അമെൻമെൻറ്റ്. പണ്ട് എന്തുണ്ടായിരുന്നു, അതിന് കിട്ടുമായിരുന്നു. സോ അത് ഇപ്പം എന്തില്ല, കിട്ടില്ല, അതിന് റിബേറ്റ് കിട്ടില്ല. ഏതാണെങ്കിലും ഡീഫോൾട്ട് ആണെങ്കിൽ. ഷിഫ്റ്റ് ഔട്ട് ആണ് അല്ലെങ്കിൽ നോർമൽ ടാക്സ് റെജീം ആണെങ്കിൽ സ്റ്റിൽ എന്തിന് കിട്ടും, 11A, 1112നൊക്കെ കിട്ടും. ഇതിന് മാത്രമേ കിട്ടാത്തുള്ളൂ, 112Aക്ക് മാത്രമേ കിട്ടാത്തുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് അമെൻമെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അമെൻമെൻറ്റ് നമ്പർ 4. അതിൽ പറയുന്നത് ചെറിയ മാറ്റം. പണ്ട് നമ്മൾ ടേൺ ഓവർ ക്രൈറ്റീരിയ ഉണ്ട്. ഞാനൊരു ഡൊമസ്റ്റിക് കമ്പനിയാണ്. ഡൊമസ്റ്റിക് കമ്പനിയാണെങ്കിൽ എൻ്റെ നോർമൽ ടാക്സ് റേറ്റ് എത്രയാണ്, 30%. എത്രയാണ്, 30%.
പക്ഷേ 25% എടുത്താൽ മതി ആർക്ക്? എൻ്റെ ടേൺ ഓവർ പണ്ട് എന്തായിരുന്നു പ്രീവിയസ് ഇയർ 22-23 എൻ്റെ ടേൺ ഓവർ 400 crore അതിന് താഴെയോ ആണെങ്കിൽ എനിക്ക് എത്ര പെർസെൻറ്റേജ് എടുത്താൽ മതിയായിരുന്നു? 25% എടുത്താൽ മതിയായിരുന്നു. 400 crore അതിന് താഴെയോ ആണെങ്കിൽ എനിക്ക് എത്ര എടുത്താൽ മതിയായിരുന്നു? 25% എടുത്താൽ മതിയായിരുന്നു. ഓക്കെ അല്ലേ? സോ അത് മാറി ഇപ്പോൾ എത്രയായിട്ടുണ്ട്? 23-24 ആയിട്ടുണ്ട്. നമ്മൾ പണ്ട് പ്രീവിയസ് ഇയർ ആയത് നോക്കിയത് 22-23 നോക്കിയിരുന്നു. ഇപ്പോൾ എന്തായിട്ടുണ്ട്? 23-24 ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? പണ്ട് 22-23 ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായി? 23-24 ആയി. അത് എല്ലാ വർഷം എന്ത് ചെയ്യും? ഒരു 2 വർഷം ബാക്കിലോട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യും? പ്രീവിയസ് ഇയർ നോക്കുക. അത് പ്രീവിയസ് ഇയർ മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? എല്ലാ വർഷവും ഇതിങ്ങനെ ഓരോ വർഷം അപ്ഡേറ്റ് ആയിട്ട് വരും. ഓക്കെ അല്ലേ? സോ ചെറിയൊരു അമെൻമെൻറ്റ് മാത്രം. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻകം ഫ്രം സാലറിയാണ്. നെക്സ്റ്റ് വരുന്നത് എവിടുന്നാണ്? ഇൻകം ഫ്രം സാലറി. ഇൻകം ഫ്രം സാലറിയിൽ ആകെ കുട്ടി അമെൻമെൻറ്റ്സ്, ചെറിയ 2 അമെൻമെൻറ്റ്സ് ഫിഗറിൽ വന്ന മാറ്റങ്ങളാണ്. ഓക്കെ അല്ലേ? മെഡിക്കൽ ഫെസിലിറ്റി ഒരു എംപ്ലോയിക്ക് നമ്മൾ മെഡിക്കൽ ഫെസിലിറ്റി കൊടുക്കുകയാണ്. ട്രീറ്റ്മെൻറ്റ് ഇൻ ഇന്ത്യയിലാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ അതെന്താണ്? ഗവൺമെൻറ് ഹോസ്പിറ്റലോ എംപ്ലോയർ ഓൺ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റൽ ഫുള്ളി എന്താണ്? എക്സെപ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി അതല്ലാത്ത കേസ് എന്താണ്? ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി ഔട്ട്സൈഡ് ഇന്ത്യ എവിടെയാണ്? ട്രീറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് എന്ത് വരുന്നത്? ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 3 കാര്യങ്ങളുണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, സ്റ്റേ ഉണ്ട്, ട്രാവൽ ഉണ്ട്. 3 കാര്യങ്ങൾ. ഓക്കെ, അതിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും സ്റ്റേ എക്സ്പെൻസിനും ഇതിലൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും സ്റ്റേ എക്സ്പെൻസിനും RBI എന്താണോ പറഞ്ഞത് അത് പ്രകാരമാണ് എന്ത് കിട്ടുന്നത്? ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നത്. അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. പിന്നെ അടുത്ത് എന്തായിരുന്നു? ട്രാവൽ എക്സ്പെൻസ്. നമുക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യണ്ടേ? ഔട്ട്സൈഡ് ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്യണ്ടേ? സോ അതിന് പണ്ട് എന്തായിരുന്നു? എൻ്റെ പണ്ട് എന്തായിരുന്നു? 2 lakh വരെയാണ് എൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 lakh വരെയാണെങ്കിൽ എന്തായിരുന്നു? ഫുള്ളി എക്സെപ്റ്റ് ആയിരുന്നു ഈ ട്രാവലിൽ വന്ന കോസ്റ്റ്. അത് മാറി എന്താക്കിയിട്ടുണ്ട്? ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം 8 lakh. എൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം 8 lakh 8 lakhന് താഴെയാണെങ്കിൽ എൻ്റെ ട്രാവൽ എക്സ്പെൻഡിച്ചർ എന്താണ്? എക്സെപ്റ്റ് ആണ്. പണ്ടത് 2 lakh ആയിരുന്നു, ഇപ്പോൾ എന്താക്കി മാറ്റി? 8 lakh ആക്കി മാറ്റി. ഈ ഒരൊറ്റ അമെൻമെൻറ്റേ ഉള്ളൂ എന്ത്? മെഡിക്കൽ ഫെസിലിറ്റി വന്നത്. മറ്റേതൊക്കെ മുന്നേ ഉണ്ടായിരുന്ന പ്രൊവിഷനാണ്. അപ്പോൾ ഞാൻ അതിലേക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നുള്ളൂ. പണ്ട് 2 lakh ഉള്ളപ്പോൾ എന്താക്കി മാറ്റി? 8 lakh ആക്കി മാറ്റി. പ്രത്യേകം ശ്രദ്ധിക്കണം, സാലറി അല്ല, ഗ്രോസ് ടോട്ടൽ ഇൻകം. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ അല്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകം. ഫൈൻ. ഇനി അടുത്തത് ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ആർക്കൊക്കെയാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത്? എംപ്ലോയീസ്, അവരുടെ സ്പൗസ്, ചിൽഡ്രന്, ഡിപ്പെൻഡൻറ്റ് പാരൻ്റ് ഓർ സിബ്ലിംഗ്, അവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെഡിക്കൽ ഫെസിലിറ്റി കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എനിക്കും, ഇപ്പോൾ ഞാനാണ് എംപ്ലോയെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എനിക്കും, ഞാൻ ട്രാവലും സ്റ്റേയും എൻ്റെ കൂടെ ഒരു അറ്റൻഡൻറ്റ് ഉണ്ടെങ്കിൽ അയാളെ എക്സ്പെൻസും കൂടി എനിക്ക് എന്ത് കിട്ടും? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അതാണ് നെക്സ്റ്റ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് അമെൻമെൻറ്റിലോട്ട് വരാം. നെക്സ്റ്റ് അമെൻമെൻറ്റ് എന്താണ്? സ്പെസിഫൈഡ് എംപ്ലോയിയിൽ വന്ന മാറ്റം. ഓക്കെ, സ്പെസിഫൈഡ് എംപ്ലോയി നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? നമുക്ക് ആദ്യം അത് പറയാം. സ്പെസിഫൈഡ് എംപ്ലോയി പെർക്യൂസിറ്റ് ടാക്സബിൾ ഓൺലി ഫോർ സ്പെസിഫൈഡ് എംപ്ലോയീസ്. ഏതൊക്കെയാണ് പെർക്യൂസിറ്റ്? മോട്ടോർ കാർ ഫെസിലിറ്റി, ഫ്രീ ഓർ കൺസെഷൻ ടിക്കറ്റ് ഫോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ്, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി, ഗ്യാസ്, ഫ്രീ സർവൻറ്റ്, ഇങ്ങനത്തെ ഒരു 5 കാര്യങ്ങൾ ആർക്ക് മാത്രമേ ടാക്സബിൾ ഉള്ളൂ? എന്തായിരിക്കണം? സ്പെസിഫൈഡ് എംപ്ലോയീസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ 5 കാര്യങ്ങൾ എന്താവുന്നുള്ളൂ? ടാക്സബിൾ ആവുന്നുള്ളൂ. അതിനാണ് നമ്മൾ സ്പെസിഫൈഡ് എംപ്ലോയി പഠിക്കുന്നത്. അപ്പം ഇനി ആരാ സ്പെസിഫൈഡ് എംപ്ലോയി? സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കാർ. സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ വലിയ കമ്പനിയിലെ വലിയ ആൾക്കാർ. അങ്ങനെ മനസ്സിലാക്കിക്കുക. ആരെ വലിയ ആൾക്കാർ? ഒന്നെന്താണ്? ഡയറക്ടർ ഓഫ് കമ്പനി, വലിയ ആളാണ്. അടുത്തെന്താണ്? എംപ്ലോയി. അവിടെ ആ കമ്പനിയിൽ എന്തുണ്ട്? കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള എംപ്ലോയി. ഒരു കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട് ആൾക്കാർ. എന്തുണ്ട്? സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 20% ഓർ മോർ വോട്ടിംഗ് പവർ ഉണ്ട് ആൾക്കാണ്. എന്ത് പറയുന്നത്? സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എംപ്ലോയി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആളും എന്താണ്? സ്പെസിഫൈഡ് എംപ്ലോയി ആണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് എംപ്ലോയി ഹൂസ് സാലറി ഇൻകം എക്സീഡ് 4 lakh. സാലറി ഇൻകം, ഇതാണ് അമെൻമെൻറ്റ്. സാലറി ഇൻകം 4 lakh എന്ത് ചെയ്യുന്നത്? എക്സീഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അവർ എന്ത് പറയും? സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറയും. പണ്ട് അതെന്തായിരുന്നു? ഏലിയർ അത് എത്രയായിരുന്നു? 50,000 ആയിരുന്നു. 50,000 ആയിരുന്നു. ഓക്കെ അല്ലേ? കാരണം 50,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 രൂപ കിട്ടുന്നവർക്ക്, ഒരു 4,500 രൂപ 5,000 കിട്ടുന്നവർ വരെ, മന്ത്ലി കിട്ടുന്നവരെ വരെ സ്പെസിഫൈഡ് എംപ്ലോയി ആവാണ്. ഇതൊക്കെ എന്ന് ഡ്രാഫ്റ്റ് ചെയ്തതാണ്? കാലങ്ങൾക്ക് മുന്നേ ഡ്രാഫ്റ്റ് ചെയ്തതാണ്. സോ അതിലൊക്കെ വന്നൊരു ചെറിയ അമെൻമെൻ്റ് ആണ്. അപ്പോൾ സാലറിയിൽ 2 മാറ്റങ്ങളാണ്. നമ്മൾ മെഡിക്കൽ ഫെസിലിറ്റിയിൽ ട്രാവൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ വരുന്ന എക്സ്പെൻസ് എക്സെപ്റ്റ് ആണ്. എപ്പോൾ? 8 lakhന് താഴെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകമെങ്കിൽ. ഓക്കെ അല്ലേ? ദെൻ അടുത്ത എന്താണ്? അല്ലെങ്കിൽ അത് ടാക്സബിൾ അല്ല. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? സ്പെസിഫൈഡ് എംപ്ലോയിൻ്റെ മീനിങ്ങിൽ
പണ്ട് സാലറി കിട്ടുന്ന ആൾ 50,000 മേലെയാണെങ്കിൽ ആൾ സ്പെസിഫൈഡ് എംപ്ലോയി ആയിരുന്നു. ഇപ്പം അതെന്താക്കിയിട്ടുണ്ട്, 4 lakh ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ആ 2 അമെൻമെൻറ്റ് മാത്രമേ ഏതിലുള്ളൂ സാലറിയിലുള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മളെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് പിയിൽ വന്ന അമെൻമെൻ്റ് ആണ്. ഓക്കെ, എച്ച് പിയിൽ ആകെ ഒരു കുട്ടി അമെൻമെൻറ്റ് എന്തിൽ വന്നിട്ടുള്ളൂ, എച്ച് പിയിൽ വന്നിട്ടുള്ളൂ. നമുക്കറിയാം NAV 2 വരെ. NAV എന്താണ്, നില്ലാണ്. 2 പ്രോപ്പർട്ടി ഏതൊക്കെ, സെൽഫ് ഒക്യുപ്പൈഡ് അൺഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി 2 ഉണ്ടെങ്കിൽ അതെന്താണ്, NAV നില്ലാണ്. ഓക്കെ അല്ലേ, അതറിയാം. അപ്പോൾ എന്താണ് ഈ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി? സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണോ റിസൈഡ് ചെയ്യുന്നത് അതിനാണ് എന്ത് പറയുന്നത്, സെൽഫ് ഒക്യുപ്പൈഡ് എന്ന് പറയുന്നത്, അറിയാലോ. ഇതിനടുത്തത് അൺഒക്യുപ്പൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഒക്യുപ്പൈഡ് ബിക്കോസ് ഓഫ് എനി റീസൺ. ഈ എനി റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമെൻമെൻ്റ് ആയിട്ട് വന്നതേ ഉള്ളൂ. എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ അവിടെ താമസിക്കുന്നില്ല, അതെന്തായി, അൺഒക്യുപ്പൈഡ് ആയി. പണ്ടത് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ഈസ് എംപ്ലോയ്മെൻറ്റോ ബിസിനസ്സോ പ്രൊഫഷനോ അല്ലെങ്കിൽ അത് കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലാണ് എന്ത് പറയുന്നത്, അൺഒക്യുപ്പൈഡ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം 2 വീട് വരെ എനിക്ക് എന്ത് ചെയ്യാം, NAV നില്ലാക്കാം ഈ സെൽഫ് ഒക്യുപ്പൈഡ് അൺഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ്. ഓക്കെ അല്ലേ, അതിൽ കൂടുതലാണെങ്കിലും 3 വീടുണ്ടെങ്കിലോ ഒന്നെന്താവും ഡീംഡ് ലെറ്റ് ഔട്ട് ആക്കി ട്രീറ്റ് ചെയ്യണം. ഒന്നെന്താണ്, ഡീംഡ് ലെറ്റ് ഔട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതിന് ഞാൻ എന്ത് ചെയ്യണം, ടാക്സ് അടക്കണം. ഇല്ലാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നില്ലല്ലേ, പിന്നെ ടാക്സ് അടക്കേണ്ടി വരില്ല. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PGBP ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഏതാണ്, PGBPക്കും 2 കുട്ടി അമെൻമെൻറ്റ്സ് ഉള്ളൂ. സോ ഫസ്റ്റ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു ആക്ട് പ്രകാരം വല്ല പെനാൽറ്റീസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ലോക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ട് കഴിഞ്ഞാൽ നോർമലി നമുക്ക് എന്ത് കിട്ടില്ല, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിൽ പറയുന്നത് നിങ്ങൾക്ക് ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തു. എന്താണ് ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തു, ഒരു കോൺട്രവെൻഷൻ ഫ്രം എങ്ങനെ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്ത്, ഒരു കോൺട്രവെൻഷനോ ഡീഫോൾട്ടോ ഉണ്ടായി, ലൈക്ക് പെനാൽറ്റി, ഫൈൻസ്, സെറ്റിൽമെൻറ്റ് ചാർജ്, അങ്ങനെ എന്തെങ്കിലും ഫൈൻസോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ഏത് ആക്ട് പ്രകാരം സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട്, ഏതാണ്, സെബി, ദെൻ സെക്യൂരിറ്റി കോൺട്രാക്ട് ആക്ട്, ഡെപ്പോസിറ്ററി ആക്ട്, കോമ്പറ്റീഷൻ ആക്ട്, ഈ ആക്ട് പ്രകാരം വല്ല കോൺട്രവെൻഷനോ ഡീഫോൾട്ടോ വരുത്തി ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തു, ലൈക്ക് പെനാൽറ്റി, ഫൈനായിട്ട് അങ്ങനെ എന്തെങ്കിലും ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താക്കാൻ പറ്റൂല, അത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റൂല. അത് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റൂല. ഓക്കെ അല്ലേ, എക്സ്പെൻസ് ആയിട്ട് കുറച്ചിട്ടുണ്ടോ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ദാറ്റ്സ് ഓൾ. ഓക്കെ അല്ലേ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു പ്രൊവിഷനാണ്. ദെൻ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ്. അത് നമുക്ക് എവിടെ പഠിക്കാനുള്ളത് 43B എന്താ നമ്മൾ പഠിച്ചത്, ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ ചില എക്സ്പെൻസസ്, എംപ്ലോയീസിന് കൊടുക്കുന്ന എക്സ്പെൻസസ്, ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അങ്ങനെ കുറച്ച് എക്സ്പെൻസസ് എന്താണ് ഡ്യൂ ഡേറ്റിൻ്റെ ഉള്ളിൽ, എന്താണോ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ്, അതിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് 43B പഠിച്ചത്. അവിടെ ആരും പറയുന്നുണ്ട് MSME പറയുന്നുണ്ട്, മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ്. MSME എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസ്. ഓക്കെ അല്ലേ. സോ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസിനാണ് ഞാൻ പേയ്മെൻറ്റ് കൊടുക്കാനുള്ളത്. അവർ റെസ്പെക്റ്റീവ് ഡ്യൂ ഡേറ്റ്സ് ഉണ്ട്. ഓക്കെ, ആ ഡ്യൂ ഡേറ്റ്സ് എന്താണ്, എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാക്സിമം വരെ പോയാൽ 45 days, എഗ്രിമെൻ്റ് ഇല്ലാത്ത കേസാണെങ്കിൽ 50 days. അതിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വർഷം എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ. ഇനി ആ ഡേറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തില്ല, ആ ഡേറ്റ് 45 ദിവസമാണ് എന്ത് ചെയ്യുന്നത്, എഗ്രിമെൻ്റ് ഉണ്ടായത്, ഞാൻ എന്ത് ചെയ്തു, ഒരു 60 days കഴിഞ്ഞാൽ കൊടുത്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടൂല, ഈ വർഷം കിട്ടൂല. ഏത് വർഷമാണ് അത് കൊടുക്കുന്നത്, 60 ആ പേയ്മെൻറ്റ് നടത്തിയ ഏത് വർഷമാണോ ആ വർഷം എന്ത് കിട്ടും, എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. സോ അതാണ് 43B പറഞ്ഞിരുന്നത്. ഇനി അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അവിടെ ഒന്നും ഒരു മാറ്റം വന്നിട്ടില്ല. മാറ്റം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ MSMEൻ്റെ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസിൻ്റെ മീനിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് എന്തായിരുന്നു, അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മിഷനറി 1 CR ടേൺ ഓവർ 5 CR ആയിരിക്കും. ആർക്ക്, മൈക്രോ എൻ്റർപ്രൈസസിന്. അതെന്തായിട്ടുണ്ട്, 10 CR ഓർ 10 CR ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, 2.5 CR ആയിട്ടുണ്ട്. സോ ഇത് ആൻഡ് കണ്ടീഷനാണ്. ഇത് രണ്ടും 2.5 CR അതിന് താഴെയോ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ ടേൺ ഓവർ 10 CR അതിൻ്റെ താഴെയോ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി എപ്പോഴാണ് സ്മോൾ എൻ്റർപ്രൈസ് ആവുക, അവരെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് 25 അതിന് താഴെയോ, ആൻഡ് എന്ത് അവരെ ടേൺ ഓവർ 100 CR അതിന് താഴെയോ, അങ്ങനെയുള്ള ഈ ആൻഡ് കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയും സ്മോൾ എൻ്റർപ്രൈസ് എന്ന് പറയും. ഓക്കെ അല്ലേ. അത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഇനി നെക്സ്റ്റ് വന്ന അമെൻമെൻറ്റ്, നമുക്ക് എല്ലാവരും പേടിയുള്ളൊരു സാധനമായിരുന്നു. ക്യാപിറ്റൽ ഗെയിനിൽ കുറേ അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ടോയെന്ന്. ക്യാപിറ്റൽ ഗെയിൻ ആക്ച്വലി എന്തായിട്ടുള്ളത്, സിമ്പിളായിട്ടുള്ളത്. പണ്ട് കുറേ കോംപ്ലിക്കേഷൻ, പണ്ട് എന്തുണ്ടായിരുന്നു, നമുക്ക് ഈ ഡേറ്റിന് മുന്നേ ആണെങ്കിൽ ഈ റേറ്റ്, ആ ഡേറ്റിന് ശേഷമാണെങ്കിൽ ഇന്ന റേറ്റ്, ഏതായിരുന്ന ഡേറ്റ് 23/7/2024. അതെന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. കാരണം അതിന് ഇനി അധികം റെലവൻസ് ഇല്ല. കാരണം നമുക്ക് ഇപ്പോൾ ഏത് പ്രീവിയസ് ഇയർ പഠിക്കാനുള്ളത് 25-26 അവിടെ എന്ത് നോക്കിയാൽ മതി,
അവിടെ നിന്ന് നോക്കിയാൽ മതി 23/7/2024 ശേഷം എന്തായിരുന്നോ റേറ്റ് അതെന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? സോ ക്യാപിറ്റൽ ഗെയിനിലോട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ എന്തുണ്ടായിരുന്നു, കുറേ മേജർ അമെൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഇത്തവണ അപ്പോൾ നമ്മൾ May 26 ഓൺവേർഡ്സ് എന്തില്ല, അങ്ങനെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് ഒന്നുമില്ല. സോ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ അസറ്റ്, ക്യാപിറ്റൽ ഗെയിനാണ് നമ്മൾ പറയുന്നത്. ക്യാപിറ്റൽ ഗെയിനിൽ ക്യാപിറ്റൽ അസറ്റിൽ ഇതാണ് ക്യാപിറ്റൽ അസറ്റിൻ്റെ മീനിങ്ങിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു അഡീഷൻ വന്നിട്ടുണ്ട്. നമുക്കറിയാം പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ അസസി, ബിസിനസ്സിന് കണക്റ്റഡ് ആണോ അല്ലേ ഒന്ന് നോക്കേണ്ട പ്രോപ്പർട്ടി ആണോ അതിന് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. സോ അത് കൂടാതെ അഡീഷണലി വന്നത് സെക്യൂരിറ്റി ഹെൽഡ് ബൈ ആര് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്, അവരെന്തെങ്കിലും സെക്യൂരിറ്റി ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? സോ ഇതൊക്കെ മേജർലി ഫൈനലിൽ കവർ ചെയ്യുന്ന പോർഷനാണ്. അതുപോലെ തന്നെ യൂലിപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ. സോ അതിന് എന്തുണ്ട്, 10(10)യിൽ കുറച്ച് എക്സംഷൻസ് പറയുന്നുണ്ട്. സോ എക്സംഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല. എക്സംഷൻ ക്ലെയിം ചെയ്യുന്നില്ലെങ്കിൽ അതെന്താവും, യൂലിപ്പ് ടാക്സബിൾ ആവും. യൂലിപ്പ് ടാക്സബിൾ ആണെങ്കിൽ അതെന്താണ്, ക്യാപിറ്റൽ അസറ്റാണ്. അപ്പോൾ എവിടെ കൊടുത്ത് ടാക്സ് ചെയ്യണം, ക്യാപിറ്റൽ ഗെയിനിൽ കൊടുത്ത് ടാക്സ് ചെയ്യണം. ഇത് നമുക്ക് എവിടെയാണ് മെയിൻലി പഠിക്കാനുള്ളത്, ഫൈനലിലാണ് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? സോ ഈ അമെൻമെൻറ്റ് ആക്ച്വലി നമുക്ക് അത്ര റെലവൻ്റ് അല്ലാത്തൊരു അമെൻമെൻ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കല്ല റെലവൻ്റ് ആയിട്ടുള്ള അമെൻമെൻ്റ് ആണ് അമെൻമെൻറ്റ് നമ്പർ 11, 54 EC ബോണ്ട്. നമുക്കറിയാം 54 EC എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിറ്റ് എനിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ ക്യാപിറ്റൽ ഗെയിൻ ഒഴിവാക്കാൻ ഞാൻ എവിടെ കൊണ്ടേ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ബോണ്ടിൽ കൊണ്ടേ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. എന്ന് ഇൻവെസ്റ്റ് ചെയ്യണം, 6 മന്തിൻ്റെ ഉള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ അവിടെ നമ്മൾ ഓൾറെഡി കുറേ ബോണ്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. IRFസിൻ്റെ ബോണ്ട്, NHAൻ്റെ ബോണ്ട്, അങ്ങനെ കുറച്ച് ബോണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, 2 ബോണ്ട് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഹുദ്കോൻ്റെ ബോണ്ട്, ഹുദ്കോ എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ബോണ്ട് എന്ന് ഇഷ്യൂ ചെയ്ത് 1/4/25 ഇഷ്യൂ ചെയ്ത്. അതുപോലെ ഇത് IRDAൻ്റെ ബോണ്ട്, ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡിൻ്റെ ബോണ്ട് എന്ന് ഇഷ്യൂ ചെയ്ത് ഓണർ ആഫ്റ്റർ 9/7/25 എന്ത് ചെയ്തത് ഇഷ്യൂ ചെയ്തത്. ഓക്കെ അല്ലേ? ഇനി കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്താണ്, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 376 ആണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്രീവിയസ് ഇയർ. ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ബുക്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ 25-26 പഠിക്കാനില്ലല്ലോ. അപ്പോൾ പുതിയ വന്ന 25-26ൻ്റെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണ്, 376. ഓക്കെ അല്ലേ? ഇനി ആ ഇൻഡെക്സേഷൻ്റെ കാര്യം ഞാൻ എന്ത് ചെയ്യാം, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇൻഡെക്സേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡേറ്റിന് ശേഷം എന്ത് കിട്ടൂല, ഇൻഡെക്സേഷൻ കിട്ടൂല. ഏത് ഡേറ്റിന് ശേഷം, 23/7/2024 ശേഷം എന്ത് കിട്ടൂല, ഇൻഡെക്സേഷൻ കിട്ടൂല. ഓക്കെ അല്ലേ? പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, സാർ അത് എന്താ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വെക്കുമ്പോൾ വിറ്റത് എന്താണ്, പർച്ചേസ് ചെയ്ത് എന്താണ്, 23/7/2024 മുന്നേ ആണ് എന്ത് ചെയ്തുള്ളത്, വിറ്റത് എന്താണ്, അതിന് ശേഷമാണ്. അപ്പോൾ ഇൻഡെക്സേഷൻ കിട്ടൂലെന്ന് ചോദിക്കൂലേ? സോ അതിന് ഇൻഡെക്സേഷൻ കിട്ടും. അത് എപ്പോഴാണ്, ടോട്ടൽ ഇൻകം കാണുമ്പോഴല്ല ഇൻഡെക്സേഷൻ വരുന്നത്. എപ്പോഴാണ് ഇൻഡെക്സേഷൻ വരുന്നത്, നമ്മൾ ടാക്സ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ. അതിന് ഞാൻ എക്സാമ്പിൾ പറയാം. എനിക്കിപ്പോൾ ഒരു 10 ലക്ഷമാണ് ഞാൻ എന്ത് ചെയ്ത്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണ്, 10 ലക്ഷം. ഓക്കെ അല്ലേ? എൻ്റെ കോസ്റ്റ് എത്രയാണ്, 6 lakh. ഇനി എനിക്ക് ശരിക്കും ഇൻഡെക്സേഷൻ കിട്ടുമായിരുന്നു. ഞാൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് വിറ്റത്. എന്താണ് വിറ്റത്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് വിറ്റത്. എന്നാ വിറ്റിട്ടുള്ളത്, 23/7/2024 മുന്നേ വിറ്റതാണ്. അതിന് മുന്നേ വാങ്ങിയതാണ്, അതിന് ശേഷം വിറ്റതാണ്, ആ ഡേറ്റിന് ശേഷം വിറ്റതാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡെക്സേഷൻ കിട്ടൂലേ? പക്ഷേ ഇൻഡെക്സേഷൻ കിട്ടുകയാണെങ്കിൽ എന്താ, ഈ 6 ലക്ഷം ഉള്ളത് 8 ലക്ഷം ആവും വിചാരിക്കുക. 6 ലക്ഷം ഉള്ളത് 8 ലക്ഷം ആവും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ ഇൻഡെക്സേഷൻ കാണാൻ പാടില്ല. ഇവിടെ കോസ്റ്റ് എത്രയാണ്, 6 lakh തന്നെ കുറക്കാൻ പാടുള്ളൂ. അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ ഗെയിൻ എത്ര വരും, 4 lakh വരും. ഓക്കെ അല്ലേ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തന്നെയാണ് കേട്ടോ വിറ്റത്, അതിലൊന്നും മാറ്റില്ല. ഓക്കെ, അപ്പോൾ എത്ര വന്നു, ക്യാപിറ്റൽ ഗെയിൻ എത്ര വന്നു, 4 lakh വന്നു. ഓക്കെ അല്ലേ? ഇനി ഇൻഡെക്സേഷൻ എവിടെ കിട്ടുക, ഈ 4 lakhന് ഞാൻ ടാക്സ് അടക്കണം. ഏത്, 112 പ്രകാരം ടാക്സ് അടക്കണം. ലോങ് ടേം അല്ലേ, 112 പ്രകാരം എന്ത് ചെയ്യണം, ടാക്സ് അടക്കണം. അങ്ങനെ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. എന്നാൽ 4 lakhൻ്റെ പുറത്ത് 12.5% അപ്ലൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഇൻഡെക്സ് ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യുക, 20% അപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരുന്നത് 10 lakh എന്നതിൻ്റെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അപ്പോൾ വീണ്ടും അതൊരു വർക്കിംഗ് നോട്ട് പോലെ അവിടെ കൊടുക്കാം. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണ്, 10 lakh. എൻ്റെ കോസ്റ്റ് എത്രയാണ്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് എത്രയാണ്, 6 lakh നേരത്തെ പറഞ്ഞില്ല, എത്രയാവും, 8 lakh ആവും. ഇൻഡെക്സ് ചെയ്താൽ എന്താവും, 6 lakh എന്താവും, 8 lakh ആവും. അപ്പോൾ എത്ര വന്നു, എൻ്റെ ക്യാപിറ്റൽ ഗെയിൻ എത്ര വന്നടാ, 2 lakh ആണ് എൻ്റെ ക്യാപിറ്റൽ ഗെയിൻ. അതിൻ്റെ പുറത്ത് എത്ര പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യുക, 20% അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇത് എ എന്നും പറയാം, ഇത് ബി എന്നും പറയാം. ഇതിൽ വിച്ച് എവർ ഈസ് ലോവറിന് ഞാൻ എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. സോ അവിടെയാണ് ഇൻഡെക്സേഷൻ എന്നില്ല. അല്ലാതെ എന്തില്ല, നമ്മൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഡെക്സേഷൻ എടുക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ 23/7/2024 ശേഷം എന്തില്ല, ഇൻഡെക്സേഷൻ ഇല്ല. പക്ഷേ ഇൻഡെക്സേഷൻ കിട്ടും ആർക്ക്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആണ് വിറ്റത് ആ ഡേറ്റിന് മുന്നേ ആണ്, വിറ്റത് ആ ഡേറ്റിന്
ശേഷമാണ്, വാങ്ങിയത് ആ ഡേറ്റിന് മുൻപാണ്, ബിഫോറാണ്. അങ്ങനെ ഒരു ഇൻഡെക്സേഷൻ കിട്ടും. ആ ഇൻഡെക്സേഷൻ എന്തിനാണ് കിട്ടുക? ടോട്ടൽ ഇൻകം കാണുമ്പോഴല്ല, ടാക്സ് റേറ്റ് കാണുമ്പോൾ. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇൻഡെക്സേഷൻ ഇല്ല എന്ന് പറഞ്ഞു, പക്ഷേ സ്റ്റിൽ ഇൻഡെക്സേഷൻ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇത് വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഒന്ന്, സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്താക്കി മാറ്റാം. അതിന് മുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എപ്പോഴാണ് ടാക്സ് അടക്കേണ്ടത്? ക്യാപിറ്റൽ ഗെയിനിൽ ഞാൻ എപ്പോഴാണ് ടാക്സ് അടക്കേണ്ടത്? എന്നാണോ ട്രാൻസ്ഫർ അന്നാണ് ഞാൻ ടാക്സ് അടക്കേണ്ടത്. അന്നാണ് ഞാൻ ടാക്സ് അടക്കേണ്ടത് ഇതിൽ ക്യാപിറ്റൽ ഗെയിനിൽ. അതെല്ലാവർക്കും അറിയാലോ. ഓക്കെ, പക്ഷേ അതിന് എക്സംഷൻസ് ഉണ്ട്. അതാണ് ഈ 3 എന്തൊക്കെയാണ് എക്സംഷൻസ്? ഒന്ന്, ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ എന്നാണോ ആ കൺവേർഷൻ നടന്നത് അന്നാണ് എന്ത്? ട്രാൻസ്ഫർ. പക്ഷേ എന്നാ ടാക്സ് അടക്കേണ്ടത്? എന്നാണോ ആ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത് അന്നാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ 2015 ഞാൻ വാങ്ങിയൊരു അസറ്റ്. ഓക്കെ അല്ലേ? 2020 ഞാൻ എന്ത് ചെയ്തു? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ഞാൻ എന്നിട്ട് 2025 എന്ത് ചെയ്തു? അതിന് സെയിൽ ചെയ്തു. അപ്പോൾ ട്രാൻസ്ഫർ എന്താണ്? 2020 എന്ത്? ട്രാൻസ്ഫർ. ഞാൻ ടാക്സ് അടക്കേണ്ടത് എന്താണ്? 2025. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഏതിൻ്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 2020 എന്താണോ പ്രൊവിഷനുള്ള ആ രീതിക്കാണ് എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അന്ന് ഇൻഡെക്സേഷൻ ഉണ്ടായിരുന്നില്ലേ? സോ അതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, പണ്ട് എന്തുണ്ടായിരുന്നു? ഇൻഡെക്സേഷൻ ഉണ്ടായിരുന്നു. അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്നുള്ളത് അത് സ്റ്റിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഓൾറെഡി പഠിച്ച ആൾക്കാരാണ്, അതൊന്ന് അറിഞ്ഞിരിക്കുക. ആ 3 കാര്യങ്ങൾക്കാണ് ഇപ്പോൾ വരാൻ പോസിബിലിറ്റി ഉള്ളത്. ഒന്ന്, ക്യാപിറ്റൽ അസറ്റ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആക്കി മാറ്റാം. അതുപോലെ ഡിസ്ട്രക്ഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻഷുറൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? എന്നാണോ ഡാമേജ് സംഭവിച്ച് അന്നാണ് ട്രാൻസ്ഫർ, എന്നാണോ ഇൻഷുറൻസ് കിട്ടുന്നത് അന്നാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടക്കേണ്ടത്. ഓക്കെ അല്ലേ? അതുപോലെ കമ്പൽസറി അക്വിസിഷൻ. എന്നാണോ കമ്പൽസറി അക്വിസിഷൻ നടന്നത് അന്നാണ് ട്രാൻസ്ഫർ, എന്നാണോ നമുക്ക് അതിൻ്റെ കോമ്പൻസേഷൻ കിട്ടുന്നത് അന്നാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടക്കേണ്ടത്. ഓക്കെ അല്ലേ? സോ അപ്പോൾ ഈ 3 ട്രാൻസ്ഫർ എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറേ മുന്നേ നടന്നിട്ടുണ്ടാവും. അതിൻ്റെ ടാക്സബിലിറ്റി ചിലപ്പോൾ ഇപ്പോഴാണ് വരുന്നുണ്ടാവുക. അപ്പോൾ സ്റ്റിൽ നമുക്ക് എന്തിൻ്റെ പോസിബിലിറ്റി ഉണ്ട്? എന്ത് കാണേണ്ട പോസിബിലിറ്റി ഉണ്ട്? ഇൻഡെക്സേഷൻ കാണേണ്ട പോസിബിലിറ്റി ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IFOs ആണ്. ഓക്കെ, IFOസിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IFOസിൽ മേജർ മാറ്റമൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒരു അഡീഷണൽ കാര്യം വന്നതാണ്. പണ്ടൊരു സെഷൻ ഉണ്ടായിരുന്നു. ഏതാണ്? 80cc എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്കത് പഠിക്കാനേ ഇല്ല. നമുക്കിത് പഠിക്കാനില്ല. 80cc എന്ന് പറഞ്ഞ സെക്ഷൻ ഇപ്പോൾ നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, സോ പണ്ട് 80cc ചാപ്റ്റർ 6 റിഡക്ഷൻ ആയിരുന്നു. അതിലോട്ട് 1992 മുന്നെയാണ് അതിലോട്ട് NSSലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഏത് കിട്ടുമായിരുന്നു? 80cc ഡിഡക്ഷൻ കിട്ടുമായിരുന്നു. അത് എന്ത് ചെയ്തു? ആ ഡേറ്റിന് ശേഷം റിമൂവ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ പറയുന്നത്, നിങ്ങൾ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിഡക്ഷൻ കിട്ടും, അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ടാക്സബിൾ. അങ്ങനെയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, സോ അതിപ്പോൾ റെലവൻ്റ് അല്ല. അതിന് വിഡ്രോ ചെയ്താൽ ടാക്സബിൾ ആയിരുന്നു. ഇതിന് ഈ NSSലോട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിന് നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? ഇൻട്രസ്റ്റ് കിട്ടുമായിരുന്നു. ഇൻട്രസ്റ്റ് കിട്ടുമായിരുന്നു. ഓക്കെ, സോ ആ ഇൻട്രസ്റ്റ് കിട്ടുന്നത് എന്ന് തൊട്ടിട്ട് 1/10/24 ഓൺവേർഡ്സ് അതാണ്ട് ഒഴിവാക്കി. ഞാൻ ആ പണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചാൽ ഇൻട്രസ്റ്റ് കിട്ടിയിരുന്നു, അതുകൊണ്ട് ഒഴിവാക്കി. പിന്നെ ഞാൻ ആ എമൗണ്ട് അവിടെ ഇട്ടിട്ട് കാര്യമുണ്ടാ? നമ്മൾ CA-കാരല്ല, നമ്മൾ വെറുതെ എവിടെയെങ്കിലും ഫണ്ട് അവിടെ എടുത്ത് വെക്കോ? നമ്മളെല്ലാവർക്ക് എന്ത് കൊടുക്കുന്ന അഡ്വൈസസ് കൊടുക്കും? നമ്മൾ അവരുടെ ഫണ്ട് വെറുതെ വെച്ചോ എന്ന് പറയാൻ ആരോടെങ്കിലും ഇല്ല. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അത് വിഡ്രോ ചെയ്യും. ഇൻട്രസ്റ്റ് കിട്ടുന്നില്ലല്ലോ, അത് നമ്മൾ വിഡ്രോ ചെയ്യും. ഓക്കെ, വിഡ്രോ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് വിഡ്രോ ചെയ്യുന്നത്? ആ ഇൻട്രസ്റ്റ് ഒഴിവാക്കിയതുകൊണ്ടല്ലേ. നമ്മൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പണ്ട് എന്തുണ്ടായിരുന്നു? ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നിർബന്ധിതാവല്ലേ വിഡ്രോ ചെയ്യാൻ? ഓക്കെ, ഇൻട്രസ്റ്റ് ഒഴിവാക്കിയോണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് 29/8/24 ശേഷം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് എന്താണ്? ഫുള്ളി എക്സെപ്റ്റ് ആണ്. ഓക്കെ, പണ്ട് ശരിക്കും അത് എക്സംഷൻ ക്ലെയിം ചെയ്തു, ഡിഡക്ഷൻ ക്ലെയിം ചെയ്തു, അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ടാക്സബിൾ ആയിരുന്നു. പക്ഷേ ഈ ഡേറ്റിന് ശേഷം 29/8/24 ശേഷമാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്താണ്? ഫുള്ളി എക്സെപ്റ്റ് ആണ്. കാരണം നമ്മൾ വിഡ്രോ ചെയ്യാൻ നിർബന്ധിതമായി ഒഴിവാക്കി? ഇൻട്രസ്റ്റ് ഒഴിവാക്കിയതുകൊണ്ട്. ഓക്കെ അല്ലേ? സിമ്പിളായിട്ടുള്ളൊരു അമെൻമെൻ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമെൻമെൻറ്റ് നമ്പർ 15. ഓക്കെ, അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IFOസിൽ പഠിക്കാനുള്ളതാണ് ക്ലോസ്ലി ഹെൽഡ് കമ്പനി മീൻസ് അൺലിസ്റ്റഡ് കമ്പനി അവരെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണ്. ഷെയർ ഹോൾഡേഴ്സിന് ലോൺസ് ആൻഡ് അഡ്വാൻസ് കൊടുക്കുകയാണ്. എന്ത് ഷെയർ ഹോൾഡേഴ്സ്? എക്സാമ്പിൾ പറയണേ, എനിക്കൊരു 10% ഷെയർ ഉണ്ട് ഒരു ക്ലോസ്ലി ഹെൽഡ് കമ്പനിയിൽ. ഓക്കെ അല്ലേ? സോ അവരെനിക്ക് എന്ത് തന്നു? ലോൺസ് ആൻഡ് അഡ്വാൻസ് തന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വരെ ഈ ലോൺസ് ആൻഡ് അഡ്വാൻസ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും.
നമുക്ക് എവിടെ പഠിക്കാനുള്ളതാണ്? ഐഫോസിൽ പഠിക്കാനുള്ളതാണ്. ഓക്കെ അല്ലേ? ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്താക്കിയിട്ട് ട്രീറ്റ് ചെയ്യും? ഡീംഡ് ഡിവിഡൻഡ് ആക്കി ട്രീറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, ഒന്നുകിൽ എനിക്ക് തരാം, ഒന്നുകിൽ 10% ഷെയർ ഹോൾഡിങ്ങിൽ എനിക്ക് തരാം, അല്ലെങ്കിൽ എൻ്റെ ബിഹാഫിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് എന്തുള്ള സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉള്ള 20% ഓർ മോർ എനിക്ക് എന്തുണ്ട് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്, ആ കമ്പനിക്ക് എന്ത് കൊടുക്കുക? ലോൺസ് ആൻഡ് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഏതിൽ നിന്ന് എടുത്ത് കൊടുക്കണം? അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നതെങ്കിൽ അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യും? എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അറിഞ്ഞൂടെ ഈ പ്രൊവിഷൻ? ഓക്കെ, സോ ഇവിടെ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഒരു എക്സംഷൻ അഡീഷണലി കയറി വന്നു. എന്താ എക്സംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഒരു ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുത്തതാണ് ബിറ്റ്വീൻ ഗ്രൂപ്പ് എൻറ്റിറ്റീസ് ആണ്. എന്താണ്? ബിറ്റ്വീൻ 2 ഗ്രൂപ്പ് എൻറ്റിറ്റീസ്. ഞാനൊരു ഗ്രൂപ്പ് എൻറ്റിറ്റി, ഇതൊരു ഗ്രൂപ്പ് എൻറ്റിറ്റി 1 ഗ്രൂപ്പ് എൻറ്റിറ്റി 2. ഓക്കെ അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തുണ്ടാവും? ഒരു പാരൻ്റ് എൻറ്റിറ്റി ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഗ്രൂപ്പ് എൻറ്റിറ്റി എന്താണ്? ഗ്രൂപ്പ് എൻറ്റിറ്റിയാണ് പരസ്പരം ലോൺസ് ആൻഡ് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ഡീംഡ് ഡിവിഡൻഡ് ആവില്ല എന്നാണ് പറയുന്നത്. അതെപ്പോൾ ഒരു ഗ്രൂപ്പ് എൻറ്റിറ്റി ഇത് G1 ആരായിരിക്കണം? ഗ്രൂപ്പ് എൻറ്റിറ്റിത്തെ ഒരാൾ ഫിനാൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഫിനാൻസ് യൂണിറ്റോ ആയിരിക്കണം. അതിലത്തെ ഒരു ഗ്രൂപ്പ് എൻറ്റിറ്റി എന്താണ്? ഫിനാൻസ് കമ്പനിയോ അല്ലെങ്കിൽ ഫിനാൻസ് യൂണിറ്റോ ആയിരിക്കണം. അവർ അടുത്ത ഗ്രൂപ്പ് എൻറ്റിറ്റിക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ ലോൺസ് ആൻഡ് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല? ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, ഈവൻ ഇഫ് അവിടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്നാണെങ്കിൽ പോലും. ഓക്കെ, ദെൻ ആൻഡ് കണ്ടീഷൻ, ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ഇത് മാത്രം പോരാ, നമ്മൾ പാരൻ്റ് ഓർ പ്രിൻസിപ്പൽ എൻറ്റിറ്റി ഇല്ലേ, ഈ പാരൻ്റ് ഓർ പ്രിൻസിപ്പൽ എൻറ്റിറ്റി അവരെന്ത് ചെയ്യണം? റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യക്ക് ഔട്ട്സൈഡ് ഉള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അവർ ലിസ്റ്റഡ് ആവണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല? ഡീംഡ് ഡിവിഡൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ചാപ്റ്റർ 6A ഡിഡക്ഷൻ. നെക്സ്റ്റ് ഏതാണ്? ഇനി നെക്സ്റ്റ് നമ്മളെ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റർ 6A ഡിഡക്ഷൻ ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 6A ഡിഡക്ഷൻ. ചാപ്റ്റർ 6A ഡിഡക്ഷനിൽ വന്ന അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80CCD1B. 80CCD1 നമുക്ക് അറിഞ്ഞൂടെ? 80CCD1 എന്താണ്? ഞാൻ NPSലോട്ട് കോൺട്രിബ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ എൻ്റെ സാലറിൻ്റെ 10% വരെ എനിക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. അതാണ് ഇതിൽ പറഞ്ഞത് 80CCD1 പറഞ്ഞത്. ഇനി 1B എന്ത് പറഞ്ഞു? എനിക്ക് അഡീഷണൽ 50,000 എവിടെ കിട്ടും? 80CCD1B കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷനാണ് എന്ത് കിട്ടിയിരുന്നത്? ഡിഡക്ഷൻ കിട്ടിയിരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ എൻ്റെ കോൺട്രിബ്യൂഷൻ കൂടാതെ NPS വത്സല്യ സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ എന്താണ് ഈ സ്കീം എന്ന് പറഞ്ഞാൽ അത് ആർക്കുള്ള സ്കീമാണ്? മൈനർ ഇന്ത്യൻ സിറ്റിസണുകളാണ്. ഓക്കെ അല്ലേ? മൈനർ ഇന്ത്യൻ സിറ്റിസണുള്ള സ്കീമാണ്. ഓപ്പൺ ഡോർ ഓപ്പറേറ്റഡ് ബൈ പാരൻസ് ഓർ ഗാർഡിയൻ. ഞാൻ എൻ്റെ മോൻ്റെ പേരിൽ എന്ത് ചെയ്തു? ഈ ഒരു സ്കീം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ NPSലോട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1B എനിക്ക് എന്ത് കിട്ടും? ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത് എൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തും കിട്ടും, എൻ്റെ മോൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തോ എന്ത് കിട്ടും? 1 കിട്ടൂല, ഇതിൽ മാത്രം 1B കിട്ടും. മോൻ്റെ പേരിലിട്ട് എൻ്റെ പേരിൽ കൊടുത്തത് ഇതിൽ കിട്ടും, 1 കിട്ടും. ബാലൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുക? 1B ക്ലെയിം ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? മൈനർ 18 ഇയേഴ്സായി. മൈനറിന് 18 ഇയേഴ്സായ മൈനർ അല്ലല്ലോ, മേജർ അല്ലേ. അപ്പോൾ പിന്നെ എന്ത് കിട്ടൂല? പിന്നെ നമ്മൾ കോൺട്രിബ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ഡിഡക്ഷൻ കിട്ടൂല. ഓക്കെ അല്ലേ? ഇനി ഡിഡക്ഷൻ എന്തിനൊക്കെ കിട്ടും? എൻ്റെ കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ ആരെ കോൺട്രിബ്യൂഷൻ? അസസിയുടെ കോൺട്രിബ്യൂഷൻ പ്ലസ് മൈനറിൻ്റെ പേരിൽ കൊടുത്ത കോൺട്രിബ്യൂഷൻ മാക്സിമം എത്ര കിട്ടും? 50,000 കിട്ടും. ആർക്കാണ് ഡിഡക്ഷൻ കിട്ടുന്നത്? പാരൻസ് ഓർ ഗാർഡിയൻ ഓഫ് മൈനർ. ഓക്കെ അല്ലേ? ഏതിലാണ് കിട്ടുന്നത്? CCD1B. ഓക്കെ അല്ലേ? നമ്മൾ എപ്പോഴും പറയാറുണ്ട് ആദ്യം CCD1B ക്ലെയിം ചെയ്തിട്ട് വേണം 1 ക്ലെയിം ചെയ്യാൻ. കാരണം എന്താ? CCD1B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 50,000 ലിമിറ്റുള്ളൂ, വേറെ ഫർദർ ലിമിറ്റുകളൊന്നും ഇല്ല. പക്ഷേ CCD1 എന്തുണ്ട്? 80CCE പ്രകാരം 80Cക്കും CCC-ക്കും CCD1 മാക്സിമം ലിമിറ്റ് എത്രയാണ്? 1,50,000. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ CCD1 ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ CCD CCC ബാധിക്കും. സോ അതുകൊണ്ട് നമ്മൾ ആദ്യം എവിടെ ക്ലെയിം ചെയ്യും? 80CCD1B ക്ലെയിം ചെയ്യും. എന്നിട്ട് ബാലൻസ് ഉള്ളത് നമ്മൾ എവിടെ ക്ലെയിം ചെയ്യും? 50,000 വരെ മാക്സിമം എവിടെ ക്ലെയിം ചെയ്യും? 1B ക്ലെയിം ചെയ്യും. ബാലൻസ് നമ്മൾ എവിടെ ക്ലെയിം ചെയ്യും? 80CCD1 ക്ലെയിം ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ മാത്രമേ അമെൻമെൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ? CCD1B നോർമലി എൻ്റെ പേരിൽ കൊടുത്തു കഴിഞ്ഞാൽ NPSന് മാത്രം എന്ത് കിട്ടുമായിരുന്നുള്ളൂ? ഡിഡക്ഷൻ കിട്ടുമായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തും കൂടി വന്നു, എൻ്റെ മകൻ്റെ പേരിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? മൈനർ ചൈൽഡിൻ്റെ പേരിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് മേജർലി വന്ന മാറ്റം. ഇനി ജസ്റ്റ് നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ടായിരുന്നു, നമ്മൾ NPSലോട്ട് എന്ത് ചെയ്തു? NPSലോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീംഡ് ഇങ്കാക്കിയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അതൊക്കെ പണ്ടുള്ളത്, അതിനൊന്നും മാറ്റില്ല. പക്ഷേ ഡീംഡ് ഇങ്കാക്കി കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചെറിയ എക്സംഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് എക്സംഷൻ എന്താണ്? പാർഷ്യൽ വിഡ്രോവലാണ്. ഞാൻ മൊത്തം വിഡ്രോ ചെയ്യുന്നില്ല, പാർഷ്യൽ വിഡ്രോവലാണ് ചെയ്യുന്നത്. ആര്? എംപ്ലോയീസാണ് വിഡ്രോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 25% ഓഫ് ഫിക്സ് കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ഡിഡക്ഷനായിട്ട് കിട്ടുമായിരുന്നു. ഓക്കെ അല്ലേ?
പണ്ട് എംപ്ലോയീസിന് മാത്രമല്ല എംപ്ലോയീസിന് പറ്റുമായിരുന്നു, സെൽഫ് എംപ്ലോയിഡിനും പറ്റുമായിരുന്നു. ഓക്കെ അല്ലേ? അതിൽ എംപ്ലോയീസിന് മാത്രമേ ഈ പാർഷ്യൽ വിഡ്രോവലിൻ്റെ ഡിഡക്ഷൻ കിട്ടിയിരുന്നുള്ളൂ. പ്ലസ് ഇപ്പോൾ എന്തും കൂടി വന്നു, ഗാർഡിയൻ ഓഫ് മൈനറാണ്, അവർക്കും എന്ത് കിട്ടും, 25% വരെ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ എത്രയാണോ അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഉണ്ടായിരുന്നത് അതിൻ്റെ 60% വരെ എൻ പി എസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ അതിലുണ്ടായിരുന്ന ടോട്ടൽ എമൗണ്ട് 60% എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അല്ലെ എക്സംഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഫൈൻ. ഇനി അടുത്ത് പറഞ്ഞ ഡെത്തിൻ്റെ സമയത്ത് ഈ ടോട്ടൽ എമൗണ്ടിൽ ഇപ്പം എന്താ മാറ്റം വന്നില്ല, ഈ ടോട്ടൽ എമൗണ്ടിൽ പണ്ട് എൻ്റെ ഡെപ്പോസിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ആർക്കും കൂടി വന്നിട്ടുണ്ട്, മൈനറിൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്തും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ അവിടെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഡെത്തിൻ്റെ സമയത്ത് നോമിനിക്ക് റിസീവ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ പണ്ട് ആർക്കും ഉണ്ടായിരുന്നില്ല, പാരൻറ്റ് ഗാർഡിയൻ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അവരെ പേരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അവർക്കാണ് കിട്ടുന്നതെങ്കിലും എന്താണ്, ഡെത്തിൻ്റെ സമയത്ത് കിട്ടുന്നത് എന്താണ്, എക്സംപ്റ്റ് ആണ്, ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ആരെങ്കിലും ഡെത്തിൻ്റെ സമയത്താണ് കിട്ടുന്നതെങ്കിൽ അതെന്താണ്, എക്സംപ്റ്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ വിഡ്രോ ചെയ്തിട്ട് വേറൊരു ആൻറ്റി പർച്ചേസ് ചെയ്യാനാണ്. ഓക്കെ അല്ലേ? ഈ സെയിം സ്കീമിലെ ഈ സെയിം പ്രീവിയസ് ഇയറിൽ ഞാൻ എന്ത് ചെയ്യുന്നു, വേറൊരു ആനിറ്റി പർച്ചേസ് ചെയ്യാനാണ്, NPS പർച്ചേസ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഇത് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് അമെൻമെൻറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ TDS ആൻഡ് TCS ആൻഡ് അഡ്വാൻസ് ടാക്സ്. സോ അതിലും വന്ന മാറ്റങ്ങൾ അത് ഈ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കവർ ചെയ്യാൻ പറ്റില്ല, കാരണം അത്യാവശ്യം ലെങ്തി അല്ല, ചെറിയ മാറ്റങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ഫുൾ ലെങ്ത് വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. അതിൻ്റെ നമ്മളെന്ത് PDF പ്രൊവൈഡ് ചെയ്യാം. സോ അവിടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ കുറേ മെനി അമെൻമെൻറ്റ്സും റേറ്റ്സിലും മാറ്റം വന്നിട്ടുണ്ട്. അഡീഷണലി എന്ത് വന്നിട്ടുണ്ട്, അഡീഷണലി 194D എന്ന് പറഞ്ഞൊരു സെക്ഷൻ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ സെക്ഷനായിരുന്നു 206 1H, 194Q ഇല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത്, അതെന്ത് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 206AB 206CCA അതൊക്കെ എന്തായിരുന്നു, നമ്മൾ എന്ത് ചെയ്യണം, TDS പിടിക്കുമ്പോൾ നോക്കണം മറ്റാൾ എന്ത് ചെയ്തിട്ടുണ്ടോ, റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഹയർ റേറ്റ് പിടിക്കണം. അതായിരുന്നു 80CCAയും 206CCAയും 206ABയും. സോ അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കവർ ചെയ്യാം. ഇനി അടുത്ത അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മേജർ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ് റിട്ടേണിൽ വന്ന അമെൻമെൻറ്റാണ്. അപ്ഡേറ്റ് റിട്ടേണിൽ എന്താ പറയുന്നത്, പണ്ട് നമുക്ക് 24 മാസത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ എൻഡായി അവിടുന്ന് 24 മന്ത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്ഡേറ്റ് റിട്ടേൺ എപ്പോഴാണ് ഫയൽ ചെയ്യുക, നമ്മൾ ആക്ച്വൽ റിട്ടേണിൻ്റെ ടൈം ലിമിറ്റ് കഴിഞ്ഞു, റിവൈസ്ഡ് റിട്ടേണും അതുപോലെ തന്നെ ബിലൈറ്റ് റിട്ടേൺ എല്ലാ ടൈം ലിമിറ്റും കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഓപ്ഷൻ ഉണ്ടായിരുന്നു, അപ്ഡേറ്റ് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരുന്നു 24 മന്ത് വരെ. അത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി നീട്ടി തന്നിട്ടുണ്ട്. നീട്ടി തന്ന എത്രയാക്കി മാറ്റിയിട്ടുണ്ട്, 48 മന്ത് ഉണ്ട്. ഓക്കെ അല്ലേ? ഈ അപ്ഡേറ്റ് റിട്ടേണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ടാക്സ് ലാബിലിറ്റി റെഡ്യൂസ് ചെയ്യാനോ റീഫണ്ടിനോ അങ്ങനത്തെ ഒരു കാര്യത്തിനും എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. എപ്പോഴപ്പോൾ ഇത് ഫയൽ ചെയ്യാം, നമ്മൾ ഓൾറെഡി പെടും എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് റിട്ടേൺ പോയി ഫയൽ ചെയ്യാം. ഓക്കെ അല്ലേ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഏതൊക്കെ സിറ്റുവേഷനിലാണ് അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാത്തത്. ജസ്റ്റ് മാറ്റം വന്ന എന്താണ് 48 മന്ത് ആയിരുന്നു മാറ്റം വന്നിട്ടുള്ളത്. പണ്ട് 24 മന്ത് ആയിരുന്നു, ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട് 48 മന്ത് അല്ലെങ്കിൽ 4 ഇയർ എന്നാണോ നമ്മൾ റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ എൻഡായി 48 മന്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, നമുക്ക് അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാം. പിന്നെ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമുക്ക് 24 മന്ത് വരെയല്ലേ ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അഡീഷണൽ ടാക്സ് എത്ര അടിച്ചിരുന്നത്, 25%, 50% ആണ്. ഫസ്റ്റ് 12 മന്ത് വരെ 25%, 12 മന്ത് ടു 24 മന്ത് വരെ 50%. ഓക്കെ അല്ലേ? ഇപ്പോൾ 2 വർഷം കൂട്ടിയില്ലേ, അപ്പോൾ അഡീഷണൽ സ്ലാബും കൂടി വരണ്ടേ. ഓക്കെ, അഡീഷണൽ ടാക്സിൻ്റെ സ്ലാബും കൂടി വരണ്ടേ. അപ്പോൾ അതിൽ പറഞ്ഞ് 24 മന്ത് ടു 36 മന്ത് ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ്, 60%. ഓക്കെ അല്ലേ? ദെൻ 36 മന്ത് ടു 48 മന്ത് ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ്, 70%. എന്തിൻ്റെ 70%, ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ്. നമ്മൾ എത്രയാണോ ടാക്സ് ലയബിലിറ്റി പ്ലസ് ഇൻട്രസ്റ്റ് അതിൻ്റെ എന്ത് ചെയ്യണം, 70% ഞാൻ എന്ത് ചെയ്യണം, അഡീഷണൽ ടാക്സ് ആയിട്ട് അടക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് എന്ത് വന്നത്, അപ്ഡേറ്റ് റിട്ടേണിൽ വന്ന മാറ്റം. ഓക്കെ. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആധാർ നമ്പർ കോട്ട് ചെയ്യുന്ന കാര്യത്തിലാണ്. ലാസ്റ്റ് അമെൻമെൻറ്റ് എന്താണ്, ആധാർ നമ്പർ കോട്ട് ചെയ്യുന്ന കാര്യത്തിലാണ്. പണ്ട് നമ്മൾ പാൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എൻറോൾമെൻറ്റ് ID, ആധാർ എൻറോൾമെൻറ്റ് ID വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു, പാൻ അപ്ലൈ ചെയ്യായിരുന്നു. എന്ന് വരെ 1/10/24 മുന്നേ വരെ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ആധാർ ഇല്ലെങ്കിൽ പാൻ അപ്ലൈ ചെയ്യായിരുന്നു. എന്തുണ്ടായാൽ മതി, ആധാർ എൻറോൾമെൻറ്റ് ID ഉണ്ടായാൽ മതിയായിരുന്നു. ആ ഫെസിലിറ്റി എന്തോ ഒഴിവാക്കിയിട്ടുണ്ട്, 1/10/24 തൊട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1/10/24 തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇനി അതാരും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ നിന്നല്ല മാറ്റം വന്നിട്ടുള്ളത്. ഞാൻ പണ്ട് എന്ത് ചെയ്തു,
ഈ ഡേറ്റിന് മുന്നേ 1/10/24 മുന്നേ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാമായിരുന്നു, ആധാർ ഇല്ലാതെ പാൻ അപ്ലൈ ആയിരുന്നു. ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത ആളാണ്. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്ത ആളാണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്തോളാം, ആധാർ നമ്പർ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് ഇൻറ്റിമേറ്റ് ചെയ്തോളാം. ഓക്കെ, എന്നിനുള്ളിൽ 31 ഡിസംബർ 2025 ഓക്കെ. സോ ഇതാണ് പുതിയതായിട്ട് അമെൻമെൻറ്റ് വന്നിട്ടുള്ളത്. പണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആധാർ എൻറോൾമെൻറ്റ് ID യൂസ് ചെയ്ത് പാൻ അപ്ലൈ ചെയ്ത ആളാണ്. ഓക്കെ, ആ ഫെസിലിറ്റി ഇപ്പോൾ ഇല്ല, പണ്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത ആളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, മാൻഡേറ്ററി ആയിട്ട് എൻ്റെ ആധാർ നമ്പർ, പുതിയ ആധാർ എടുത്ത ആധാർ നമ്പർ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിക്ക് എന്ന് കൊടുത്തോളാം, 31 ഡിസംബറിൻ്റെ ഉള്ളിൽ കൊടുത്തോളാം. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് അമെൻമെൻറ്റ്. ഓക്കെ, ഇനി പക്ഷേ അഡീഷണൽ ആയിട്ട് ഞാനൊരു കുറച്ച് കാര്യങ്ങൾ പറയാം. പണ്ട് നമ്മളെ ഫിനാൻസ് ആക്ട് വന്ന് 2024 ഒരു ഫിനാൻസ് ആക്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാഷണൽ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, അധികാരത്തിൽ വന്നപ്പോൾ വീണ്ടും രണ്ടാമതൊരു ഫിനാൻസ് ആക്ട് നമ്മൾ ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് എന്ത് വന്നിട്ടുണ്ടായിരുന്നത്, 23/7/2024 എന്നുള്ള ആ ഡേറ്റ് ഭയങ്കര റെലവൻ്റ് ആയിരുന്നു. ആ ഡേറ്റ് തൊട്ട് ആ ഡേറ്റിന് മുന്നേ ആണെങ്കിൽ ഒരു പ്രൊവിഷൻ, ആ ഡേറ്റിന് ശേഷം ആണെങ്കിൽ വേറെ പ്രൊവിഷൻ. പണ്ട് അതുണ്ടായിരുന്നു, കാരണം നമ്മളെ പ്രീവിയസ് ഇയറിലായിരുന്നു അത് സംഭവിച്ചത്. ഇപ്പം നമ്മളെ പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 25-26 ഓക്കെ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ആ സ്പ്ലിറ്റിൻ്റെ ആവശ്യമില്ല, നമ്മൾ എന്ത് നോക്കിയാൽ മതി, 24/7/2024 ശേഷം എന്താണോ പ്രൊവിഷൻ അത് മാത്രം നോക്കി വെച്ചാൽ മതി. അതാണ് ഇപ്പോൾ ആക്ച്വലി നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ പണ്ടത്തെ ഏതെങ്കിലുമൊക്കെ പ്രൊവിഷൻ കയറി ചോദിക്കാം. സോ അങ്ങനെ അന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഏറ്റവും നമുക്കിപ്പോൾ റെലവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2025-26 വന്ന റേറ്റ്സും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ പഴയ ബുക്കിൽ എന്തുണ്ടാവും, ആ ഡേറ്റിന് മുന്നേ ഒരു റേറ്റ് ഉണ്ടാവും, ആ ഡേറ്റിന് ശേഷം ഒരു റേറ്റ് ഉണ്ടാവും. ആ ഡേറ്റിന് ശേഷമുള്ള റേറ്റ് മാത്രമേ ഇനി എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ബട്ട് സ്റ്റിൽ എന്ത് ചെയ്യുക, പ്രാക്ടിക്കലി നമുക്ക് എന്ത് ചെയ്യുക, ചിലപ്പോൾ പാസ്റ്റ് ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, പഴയത് അറിയേണ്ടി വരും. പക്ഷേ അതൊക്കെ റയറായിട്ട് വരുന്നത്. അതുപോലെ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് എന്ത് ചെയ്യുക, പഴയ കാര്യങ്ങൾ നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ മേജർ വന്ന സെക്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മാക്സിമം പോയാൽ നമ്മളൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് എന്ത് എടുത്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, 45 മിനിറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മേജർ എല്ലാ അമെൻമെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ 19 അമെൻമെൻറ്റ്സ് നമുക്ക് മേജർലി വന്നിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ കവർ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ TDSൻ്റെ മെയിൻ പോർഷൻസ്. അവിടെ കുറേ എന്ത് ചെയ്തിട്ടുണ്ട്, റേറ്റിൽ പെർസെൻറ്റേജിലൊക്കെ വന്ന അമെൻമെൻറ്റ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇറക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ PDF ഞാൻ തരാം, ഓൾറെഡി പറഞ്ഞത് അതിൻ്റെ PDF തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആകെ ഈ കുറച്ച് അമെൻമെൻറ്റ്സേ വന്നിട്ടുള്ളൂ. അല്ലാതെ ഫെയിലായവരൊക്കെ പെട്ടെന്ന് അന്ന് നമ്മളോട് ചോദിച്ചിരുന്ന കാര്യമാണ്, സാർ ഇനി പുതിയ ക്ലാസ് വാങ്ങണോ, പുതിയ ബുക്ക് വാങ്ങണോ എന്നുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ പഴയ ബുക്കിൽ കൺവീനിയൻ്റ് മീൻസ് ഓൾറെഡി നല്ല കൺവീനിയൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഇൻകം ടാക്സ് നല്ല ഗ്രിപ്പ് ഉണ്ടെങ്കിൽ ഈ രണ്ടിൻ്റെ ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഞാൻ ഷെയർ ചെയ്തെന്ന് PDF എന്ത് ചെയ്യുക, ജസ്റ്റ് പോയിട്ട് അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യുക. കാരണം പണ്ടത്തെ ബുക്കിൽ നമ്മൾ കുറേ എക്സാംസ് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും, നമ്മൾ അതിൽ നല്ല ഗ്രിപ്പ് ഉണ്ടാവും. അങ്ങനെയാണ് ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്ത് വെട്ടിത്തിരുത്തി മാറ്റങ്ങൾ വരുത്തിയാൽ മതി. പുതിയതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് വാങ്ങണം, ക്വസ്റ്റ്യൻ ബാങ്ക് വാങ്ങണം, ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. ടാക്സിൽ നമുക്ക് പ്രൊവിഷൻ നല്ലോണം അറിയണം, അത് വേറെ കാര്യം. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ആ പ്രൊവിഷൻ ഉദ്ദേശിച്ചതെന്നൊക്കെ എന്ത് ചെയ്യുക, നല്ലൊരു ക്ലാരിറ്റി കിട്ടി തുടങ്ങാം. ഓക്കെ അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് ഇന്ന് പഠിക്കുക. അതിന് വേണ്ടി എന്ത് ചെയ്യുക, പുതിയ ക്വസ്റ്റ്യൻ ബാങ്ക്സും കാര്യങ്ങളും നോക്കിയിട്ട് എന്ത് ചെയ്യുക, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. ഓക്കെ അല്ലേ. സോ അപ്പോൾ അത്ര വലിയ അമെൻമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, TDSൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.